മാതൃകാപരമായ നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിട്ട് പൊന്നാനി അസംബ്ലി മണ്ഡലം മാറി. പാലോളി, ഇമ്പിച്ചുവ, ശ്രീരാമകൃഷ്ണൻ, പിന്നീട് സന്ദേട്ടൻ തുടങ്ങിയിട്ടുള്ള MLA-മാരുടെയും മന്ത്രിമാരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിലെല്ലാം നിരവധി വികസന പ്രവർത്തനങ്ങൾ പൊന്നാനി അസംബ്ലി മണ്ഡലത്തിനകത്ത് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവ് 2025 PPP മോഡലിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ പ്രാഥമികമായ നടപടികളെല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആധുനിക ഷിപ്പ്യാർഡ്, ആ ആധുനിക ഷിപ്പ്യാർഡിന്റെ പ്രവർത്തനങ്ങൾ മാരിടൈം ബോർഡിന്റെ കീഴിലുള്ള ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 29ഓളം ഏക്കർ വരുന്ന ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ 100ഓളം വരുന്ന പേർക്ക് പ്രത്യക്ഷത്തിലും, പിന്നീട് 2500ഓളം വരുന്ന ആളുകൾക്ക്, പിന്നീട് 4000ഓളത്തിലധികം വരുന്ന ആളുകൾക്ക് പരോക്ഷമായി, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉൾപ്പെടെ നിരവധിയേറുന്ന ജോലി സാധ്യതയുള്ള ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് പോയത്. ഇപ്പോൾ മാറി വന്നിട്ടുള്ള ഗവൺമെന്റും അതിന്റെ നയപ്രഖ്യാപനത്തിൽ ഈ PPP മോഡലിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ആ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ നടത്തി കഴിഞ്ഞു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൊന്നാനിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA ഈ പദ്ധതിയെ തീർത്തും ഒഴിവാക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു പദ്ധതിയെ ഇല്ല എന്നുള്ള രൂപത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ പരസ്യപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2025 2 തവണ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് 2026 ജനുവരി 3 29 ഏക്കർ തുറമുഖ ഭൂമിയിൽ PPP മാതൃകാ വികസനത്തിൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഈ ടെൻഡർ വഴി ഈ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അത് 26 മെയ് 18 മാരിടൈം ബോർഡും ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുമായിട്ട് ഈ കൺസെഷൻ എഗ്രിമെന്റ് ഒപ്പുവെക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 26 ഇതിന്റെ താൽക്കാലിക ഓഫീസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടും വൈദ്യുതി, വെള്ളം എന്നിവയുടെ കണക്ഷൻ എടുക്കാനുള്ള അനുമതി ഈ കമ്പനിക്ക് സർക്കാർ നൽകിയില്ല. ഇത്രയേറെ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോ ഈ പദ്ധതിയെ ആ പൊന്നാനിയുടെ വികസനം എന്നുള്ളത് മാത്രമല്ല, ഈ ജില്ലയ്ക്കകത്താകെ വലിയ രൂപത്തിലുള്ള വികസനവുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള, വലിയ രൂപത്തിലുള്ള ജോലി സാധ്യതയുള്ള ഒരു പദ്ധതിയെ, അത് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള ഒരു വലിയ പദ്ധതിയെ തീർത്തും അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം അവിടുത്തെ MLA സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികളുമായിട്ടാണ് ഈ MLA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അട്ടിമറിക്കുന്നതിന്റെ പിന്നിൽ ഉള്ള ദുരൂഹത എന്നുള്ളത് ഇവിടെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്.
നിലവിലുള്ള ഗവൺമെന്റിന്റെ നയപരിപാടികളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ മാതൃകയിൽ മുന്നോട്ട് പോകുമെന്നത്. അതായത് വ്യത്യസ്തമായുള്ള സമീപനമാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു MLA ഇവിടെ സ്വീകരിക്കുന്നത്. അത് സ്വീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിനകത്ത് MLA എന്നൊരു ദുരൂഹത ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.